अस्सलाम वालेकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीक लहु वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बादु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन इहदिनस सिरातल मुस्तक़ीम सिरातल लज़ीना अनअमता अलैहिम गैरिल मग़्दूबि अलैहिम वलद्दाल्लीन वअन्नल मसाजिद लिल्लाहि फला तदउ मअल्लाहि अहदा कुल अमरा रब्बी बिल क़िस्त वअक़ीमू वुजूहकुम इंद कुल्लि मस्जिदिन वदूहु मुख़लिसीन लहुद्दीन कमा बदाअकुम तऊदून। इन आयात का तर्जुमा ये है कि ഈ ആയത്തുകളുടെ തർജമ ഇപ്രകാരമാണ്: തീർച്ചയായും പള്ളികളെല്ലാം അള്ളാഹുവിനുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിനോടൊപ്പം മറ്റാരെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഇത് സൂറത്തുൽ ജിന്നിലെ ആയത്താണ്. രണ്ടാമത്തെ ആയത്ത് സൂറത്തുൽ ആറാഫിലേതാണ്. അതിന്റെ തർജമ ഇപ്രകാരമാണ്: നീ പറയുക, എന്റെ നാഥൻ നീതിപൂർവം പ്രവർത്തിക്കുന്നതിന് കൽപ്പിച്ചിരിക്കുന്നു. ഓരോ ആരാധനാസ്ഥലത്തും സമയത്തും നിങ്ങളുടെ ശ്രദ്ധ അള്ളാഹുവിലേക്ക് നേരെ നിർത്തുക. കീഴ്വണക്കം അവന് മാത്രം അർപ്പിച്ചുകൊണ്ട് അവനെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുക. അവൻ നിങ്ങളെ ആദ്യമായി സൃഷ്ടിച്ചതുപോലെ അവങ്കിലേക്ക് നിങ്ങൾ മടങ്ങുന്നതാണ്. അൽഹംദുലില്ലാ, ഇന്ന് ഈ പ്രദേശത്ത് നമുക്ക് പള്ളി നിർമ്മിച്ചുകൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചിരിക്കുകയാണ്. ലോകത്തുള്ളവർക്കായി പറയട്ടെ, ഈ പ്രദേശം ഫെൽഥാം എന്നാണ് അറിയപ്പെടുന്നത്. ഹോസ്റ്റന്റെ സമീപമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇവർക്കെല്ലാമുള്ള മസ്ജിദാണ്. ഇവിടെ 2 ജമാഅത്തുണ്ട്, സൗത്തും നോർത്തും. ഒരുപക്ഷെ ഇവിടുത്തെ റീജിയണൽ അമീർ സാഹിബിന്റെ ഊഹമനുസരിച്ച് ഇത് ഈ പ്രദേശത്തെ ജാമിയ മസ്ജിദും കൂടിയാണ്. കാരണം ഞാൻ വിചാരിക്കുന്നത് ഈ പ്രദേശത്ത് ഏറ്റവും വലിയ പള്ളി ഇതാണെന്നാണ്. ഇതിൽ ജുമാക്കും നമസ്കാരത്തിനു വേണ്ടി സഹോദരങ്ങൾ വരുന്നതാണ്. ഇത് തന്നെയാണ് മസ്ജിദിന്റെ ലക്ഷ്യവും. ഈ എല്ലാ പ്രദേശങ്ങളിലും ജമാഅത്തിന് തങ്ങളുടെ മസ്ജിദുകൾ നിർമ്മിക്കുവാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗ്രഹവും നിർദ്ദേശവും പൂർത്തിയാക്കിക്കൊണ്ട് നമ്മുടെ പള്ളികൾ ഇസ്ലാമിനെയും ജമാഅത്തിനെയും പരിചയപ്പെടുത്തുന്നതിനുള്ള മാർഗമായി തീരുന്നതിനും
തബ്ലീഗിന്റെ പുതിയ മേഖലകൾ തുറക്കുന്നതിനും ലോകത്തിന് ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ മനസ്സിലാക്കുന്നതിനും വേണ്ടി. കാരണം ഇന്ന് ഈ കാലഘട്ടത്തിൽ അഹമ്മദിയ ജമാഅത്തിന് മാത്രമേ ലോകത്തിന്റെ മുമ്പിൽ യഥാർത്ഥ ഇസ്ലാമിനെ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം മസ്ജിദുകളുടെ നിർമ്മാണം ഈ കാര്യം കൊണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു റിവായത്തിൽ വരുന്നു, ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയുണ്ടായി, ഗോത്രങ്ങളിലും മഹല്ലുകളിലും വീടുകളിലും പള്ളികൾ നിർമ്മിക്കുക. ആ കാലഘട്ടത്തിൽ പൊതുവിൽ മഹല്ലുകൾ എന്ന് പറയുന്നത് ഗോത്രങ്ങളുടെ രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നും നിങ്ങൾ നോക്കുക, ചില സമുദായങ്ങൾ മറ്റു രാജ്യങ്ങളിൽ പോയി ഒരു സ്ഥലത്ത് ഒരുമിച്ച് താമസിക്കുന്നതാണ് ഇഷ്ടപ്പെടുന്നത്. ചൈനക്കാർ എവിടെ പോയാലും ചൈന ടൗൺ ഉണ്ടാക്കുന്നു. എന്നിരുന്നാലും ഈ റിവായത്തിൽ പറഞ്ഞിരിക്കുന്നു, എല്ലാ പ്രദേശങ്ങളിലും പള്ളികൾ നിർമ്മിക്കുക, അതിനുശേഷം അത് പരിശുദ്ധിയോടെ വെക്കുക. അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ പള്ളികൾ നിർമ്മിക്കുവാനുള്ള നിർദ്ദേശവുമുണ്ട്. ചുരുക്കത്തിൽ പള്ളികൾക്ക് വലിയ പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ച് അഹമ്മദിയ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന നമ്മെ സംബന്ധിച്ച്. കാരണം നാം നമ്മുടെ ഒരുമിച്ചുള്ള ആരാധനയ്ക്കായി ഒരു പരിശുദ്ധ സ്ഥലം സംവിധാനം ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഇസ്ലാമിനെതിരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എണ്ണമറ്റ തെറ്റിദ്ധാരണകളുടെ ഈ അവസരത്തിൽ നാം ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. ഈ പ്രദേശത്ത് ഹോസ്ലോയിലും സൗത്ത് ഹാളിലും നമ്മുടെ സെന്ററുകളുണ്ട്. അതുപോലെ തന്നെ ഇതുകൂടാതെ മറ്റിടങ്ങളിലും സെന്ററുകളുണ്ട് എന്നോട് ഇവർ പറയുകയുണ്ടായി. ഇവിടെയാണ് നമസ്കാരത്തിന് എല്ലാവരും ഒരുമിച്ച് കൂടാറുള്ളത്. ജമാഅത്തിന്റെ പ്രോഗ്രാമുകളും നടക്കാറുണ്ട്, മറ്റുള്ളവരുമായി പരിപാടികളും നടക്കാറുണ്ട്. എന്നിരുന്നാലും ഒരു പള്ളിയുടെ രൂപത്തിൽ പുതിയ മാർഗങ്ങൾ തീർച്ചയായും തുറക്കപ്പെടും. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ പ്രദേശത്ത്, ഈ റീജണിൽ ഹേസ് ജമാഅത്തും പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച അതും ഉദ്ഘാടനം ചെയ്യപ്പെടും. ഇപ്പോൾ ഖുത്ബ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ പള്ളി, ഈ കെട്ടിടം പർപ്പസ് ബിൽഡ് മസ്ജിദ് എന്ന് പറയുന്നത് പോലെ പ്രത്യേകം പള്ളിയല്ല, ഇതൊരു ഓഫീസ് കെട്ടിടമായിരുന്നു. അതിനെ പള്ളിയായി മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. ഇതുപോലെ തന്നെ ഹേസിലും കമ്മ്യൂണിറ്റി സെന്ററിനെ മസ്ജിദാക്കി മാറ്റിയിരിക്കുകയാണ്. അള്ളാഹു ഈ പള്ളികളെ, ഞാൻ പറഞ്ഞതുപോലെ ഇതെല്ലാം വിവിധ കെട്ടിടങ്ങൾ പള്ളിയാക്കി മാറ്റിയതാണ്. അള്ളാഹു ഈ പള്ളികളെ ഇസ്ലാമിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനുള്ള മാർഗമാക്കി തീർക്കട്ടെ. നമ്മുടെ ഈമാന്റെ പുരോഗതിക്കുള്ള മാർഗമാക്കി തീർക്കട്ടെ. ഈമാന്റെ പുരോഗതി തന്നെയാണ് ഓരോ മസ്ജിദുമായി പ്രത്യേകമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഞാൻ ഓതിയ ഈ ആയത്തുകൾ, ഇതിൽ അല്ലാഹു മസ്ജിദുകളുടെ പ്രാധാന്യമാണ് വിവരിച്ചിരിക്കുന്നത്. പള്ളികളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും നിങ്ങൾ ഏതു വിധത്തിൽ ശ്രദ്ധിച്ചിരിക്കണം. വിശുദ്ധ ഖുർആനിൽ മറ്റിടങ്ങളിലും ഇതിനെക്കുറിച്ചുള്ള പരാമർശം കാണാവുന്നതാണ്. എന്നിരുന്നാലും ഈ ആയത്തുകളിൽ അള്ളാഹു പറയുന്നു, പള്ളികൾ പൂർണ്ണമായും അള്ളാഹുവിനുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ വരുന്നവർ പൂർണ്ണമായും അവന്റെ ദാസരായിക്കൊണ്ടുവരിക. മസ്ജിദുകളിൽ ഒരിക്കലും ഒരു വിധത്തിലുള്ള കുഫറും ഷിർക്കും എന്ന് മാത്രമല്ല ഭൗതിക സംസാരം പോലും ഉണ്ടാകരുത്. അതുകൊണ്ടാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാപാര കാര്യങ്ങളും അതുപോലെ തന്നെ കളഞ്ഞുപോയ വസ്തുക്കളെ കുറിച്ചുള്ള വിളംബരം നടത്തുന്നതെല്ലാം ഇതിൽ നിന്ന് വിലക്കിയത്. അള്ളാഹുവിന്റെ ഇബാദത്തിന് ശേഷം അള്ളാഹുവിന്റെ സന്ദേശത്തെ ലോകത്ത് പ്രചരിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും ലോകത്തെ അള്ളാഹുവിന്റെ സമീപത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികൾ, അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനായി സ്വയം തയ്യാറാവുക.
അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ നന്മക്കായി അഭിപ്രായം ആരായുക, അതിനായി തങ്ങളെ സമർപ്പിക്കുക എന്നീ കാര്യങ്ങൾക്കാണ് അനുവാദമുള്ളത്. ഇവിടെ ഫലാ തദ്ഉ മഅല്ലാഹി അഹദ എന്ന ആയത്തിൽ ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. നമ്മുടെ പള്ളികൾ എല്ലാവർക്കും വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ പൊതുവിൽ നാം ഇങ്ങനെ ജനങ്ങളോട് പറയാറുണ്ട്. അതിന്റെ അർത്ഥം ഇതാണ്, ഇത് പൊതുവിൽ നമ്മുടെ പള്ളികളിൽ പ്രകടമാകാറുണ്ട്. അതായത് അയാൾ ഏത് മതത്തിൽപ്പെട്ട ആളായാലും ശരി, അല്ലെങ്കിൽ മതമില്ലാത്ത ആളാണെങ്കിൽ പോലും ഇവിടെ വരാവുന്നതാണ്. അവർ വരാറുണ്ട്, പ്രോഗ്രാം നടക്കാറുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ ഈ കൽപ്പനയെ നാം എല്ലായ്പ്പോഴും മുന്നിൽ വെക്കേണ്ടതാണ്. മസ്ജിദുകൾ അള്ളാഹുവിന്റെ ഇബാദത്തിനായിട്ടുള്ളതാണ്. അഥവാ നാം മറ്റേതെങ്കിലും മതസ്ഥന് ഇബാദത്ത് ചെയ്യാനുള്ള അനുവാദം നൽകുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ പൂർണ്ണമായ ഇബാദത്തിന് വേണ്ടിയാണ് നൽകുന്നത്. കാരണം എല്ലാ മതങ്ങളിലും ഏകദൈവ ചിന്താഗതിയാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പൂർണ്ണമായിട്ടുള്ള ആരാധനയുടെ ഭാഗം തീർച്ചയായും നിങ്ങൾക്ക് ഞങ്ങളുടെ പള്ളിയിൽ ചെയ്യാം. എന്നാൽ ബിംബാരാധനയുടെ ഭാഗം, ഷിർക്കിന്റെ ഭാഗം, അത് എന്തായാലും പള്ളിക്ക് പുറത്തുപോയി ചെയ്യണം. ഈ നിബന്ധനയോടുകൂടി ആർക്കും തന്നെ പള്ളിയിൽ വന്ന് ആരാധന നടത്താം. പള്ളികളിൽ ഷിർക്ക് ചെയ്യുന്നതിന് യാതൊരു കാരണവശാലും അനുവാദം നൽകാൻ സാധിക്കാത്ത സ്ഥലങ്ങളാണ്. വഅന്നൽ മസാജിദ ലില്ലാഹി വലാ തദ്ഉ മഅല്ലാഹി അഹദ. നിശ്ചയമായും മസ്ജിദുകൾ അള്ളാഹുവിനു വേണ്ടിയാണ്. അതിന്റെ നിർമ്മാണ ഉദ്ദേശം തന്നെ ഏകദൈവ ആരാധനക്കായി സമ്മേളിക്കുക എന്നതാണ്. ഇത് അള്ളാഹുവിന്റെ ഭവനമാണ്. അള്ളാഹു കൽപ്പന നൽകിയിരിക്കുന്നു, അഥവാ എന്റെ ഭവനത്തിൽ ഇബാദത്തിനായി വരുന്നുവെങ്കിൽ എന്നെ മാത്രം ആരാധിക്കുക, എന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുക. ഇതിനു മുമ്പുള്ള ആയത്തുകളിലും ഈ വിഷയമാണ് വിവരിക്കുന്നത്. അള്ളാഹുവിന്റെ അസ്തിത്വം മാത്രമാണ് ഏകനായിട്ടുള്ള അസ്തിത്വം. അതിൽ നിന്ന് ദൂരേക്ക് പോകുന്നവർ തങ്ങളുടെ ചെയ്തികൾക്കുള്ള ശിക്ഷ അനുഭവിക്കും. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് ശേഷം ഈ കാര്യം കൂടുതൽ വ്യക്തമായി തീർന്നു. അതായത് അള്ളാഹു തന്റെ ഏകത്വം ഇനി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ സ്ഥാപിക്കുമെന്ന് അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു. മസ്ജിദുകൾ ഈ ഉദ്ദേശം പൂർത്തിയാക്കുന്നതിനുള്ള ഒരു മാർഗമാണ്. ലോകത്ത് അള്ളാഹുവിന്റെ ഏകത്വവും സത്യതയും മസ്ജിദുകളിലൂടെ മാത്രമേ വ്യാപിക്കുകയുള്ളൂ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നു എന്ന് വാദിക്കുന്നവർ, നാം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷ്യം പൂർത്തിയാക്കാനായി ആഗതരായിട്ടുള്ള അദ്ദേഹത്തിന്റെ സത്യസന്ധനായ പ്രേമിയുടെ ജമാഅത്തിൽ അംഗങ്ങളായി എന്ന് വാദിക്കുന്നവരാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ ഒരു ജോലി തന്നെയാണുള്ളത്. ഈ ലക്ഷ്യമായിരിക്കണം നമ്മുടേത്. നമ്മുടെ ആരാധനയുടെ നിലവാരം ഉയരുന്നതിനും അള്ളാഹുവുമായി ജീവസുറ്റ ഒരു ബന്ധമുണ്ടായിത്തീരുന്നതിനും നാം പൂർണ്ണമായും ഏകദൈവത്തെ മാത്രം ആരാധിക്കുന്നതിനായി പള്ളികളിൽ വരുന്നതോടൊപ്പം നാം ഈ സത്യത്തിന്റെ പ്രകാശത്തെ ലോകത്ത് വ്യാപിപ്പിക്കുന്നതിനും കാരണമായി തീരണം. സത്യത്തിന്റെ പ്രകാശത്തെ ലോകത്ത് പ്രചരിപ്പിക്കണമെങ്കിൽ നാം കേവലം പ്രത്യക്ഷമായ ആരാധനയുടെ വാദം ഉന്നയിക്കുന്നവരായാൽ പോരാ, മറിച്ച് ഈ പ്രകാശം കൊണ്ട് സ്വയം പ്രകാശപൂരിതരായി തീരണം. രണ്ടാമതായി ഞാൻ ഓതിയ സൂറ ആറാഫിലെ ആയത്ത്, അതിൽ അള്ളാഹു ആദ്യം നീതിപൂർവം പ്രവർത്തിക്കുന്നതിനുള്ള കൽപ്പന നൽകിയിരിക്കുന്നു. ഖുൽ അമറ റബ്ബി ബിൽ ഖിസ്ത്. നീ പറയുക, എന്റെ നാഥൻ നീതിപൂർവം പ്രവർത്തിക്കുന്നതിന് കൽപ്പിച്ചിരിക്കുന്നു. ഈ കൽപ്പന റസൂൽ തിരുമേനിക്ക് നൽകിയതോടൊപ്പം അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നു എന്ന് വാദിക്കുന്ന യഥാർത്ഥ മുഅ്മിനും ബാധകമാണ്. ഇവിടെ ആദ്യമായി ഈ പ്രഖ്യാപനം നടത്താനുള്ള കൽപ്പനയാണുള്ളത്. ഞങ്ങൾ നീതി നിലനാട്ടുന്നതിനും
അവകാശങ്ങൾ നൽകുന്നതിനു വേണ്ടി हुकूक कायम करने എല്ലാ വിധത്തിലുള്ള പക്ഷാപാതിത്വത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് ദൈവഭക്തിയിൽ ചരിക്കാൻ കൽപ്പനയുള്ളവരാണ്. ആരാണോ ഈ അവസ്ഥയിലുള്ളത് അവരാണ് തങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും അള്ളാഹുവിലേക്ക് തിരിച്ചുകൊണ്ട് അവന്റെ ആരാധനയുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നവർ. की इबादत का भी हक अदा करते ഹൃദയവിശുദ്ധിയുള്ളവർ തന്നെയായിരിക്കും ഇബാദത്തിന്റെ ഉത്തരവാദിത്വവും നിറവേറ്റുന്നവർ. इबादत का भी हक अदा करने ആരുടെ പ്രകൃതിയിലാണോ നന്മയും വിശുദ്ധിയും നീതിയും ഇല്ലാത്തത് അവർ അള്ളാഹുവിനോടുള്ള കടമയും നിറവേറ്റാറില്ല, സൃഷ്ടികളോടുള്ള കടമയും നിറവേറ്റാറില്ല. ഒരു കാര്യത്തിൽ നന്മയും നീതിയും പുലർത്തുന്നുണ്ടെങ്കിൽ में अगर नेकी और इंसाफ करते हैं അത്തരം ആളുകൾ മറ്റു കാര്യങ്ങളിൽ നീതിയും ന്യായവും കാണാൻ സാധ്യമല്ല. തഖ്വയാണ് നീതിയെ നിലനാട്ടുന്നത്. തഖ്വ തന്നെയാണ് മുഴുവൻ ശ്രദ്ധയും അള്ളാഹുവിലേക്ക് തിരിക്കുന്നതിനായി പ്രേരിപ്പിക്കുന്നത്. तो जो फेरने के लिए माइल करता है തഖ്വ തന്നെയാണ് और जो तमाम ഇബാദത്തിന്റെ और तकवा ഉത്തരവാദിത്വം നിറവേറ്റുന്നവരാക്കി തീർക്കുന്നത്. इबादत का അള്ളാഹു പറയുന്നു, നമസ്കാരത്തിനായി പള്ളിയിലേക്ക് പോകുമ്പോൾ कि नमाज के वक्त മാനുഷികമായ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങളുടെ ഭൗതികത അല്ലെങ്കിൽ വ്യക്തിപരമായ പ്രയോജനം നിങ്ങളുടെ ശ്രദ്ധയെ മറ്റിടങ്ങളിലേക്ക് തിരിച്ചിട്ടുണ്ടെങ്കിൽ പോലും इधर उधर നമസ്കാരത്തിനായി तो വിളിക്കുന്നതോടൊപ്പം നിങ്ങളുടെ ചിന്താഗതി അള്ളാഹുവിന്റെ കൽപ്പനകളിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിങ്ങളെ അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസന്മാരായി തീർക്കുന്നതായിരിക്കണം. അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നിഷ്പ്രയോജനമാണ്. ഇവിടെ പള്ളി വന്നത് പ്രയോജനരഹിതമാണ്. കീഴ്വണക്കം പൂർണ്ണമായും അവൻ സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള बातों के मयार के हसूल के लिए കൽപ്പനയാണുള്ളതെങ്കിൽ ഇബാദത്തിന്റെ നിലവാരം സ്വായത്തമാക്കുന്നതിനായി ദൈവീക കൽപ്പനകൾ പാലിക്കണം എന്ന നിബന്ധനയും നൽകിയിരിക്കുന്നു. അള്ളാഹുവിന്റെ കൽപ്പനകളെക്കുറിച്ച് को भी അവിടെയും പ്രവർത്തിക്കേണ്ടതാണ്. पर भी अमल करना होगा. അള്ളാഹുവിനോടുള്ള ഭയം, തഖ്വ अल्लाह का खौफ അത് തന്നെയാണ് അള്ളാഹുവിന്റെ ദാസരോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നവരാക്കി തീർക്കുന്നത്. हकूक की अदायगी भी करवाता है. ഈ കാര്യങ്ങൾ തന്നെയാണ് അള്ളാഹുവിനോടുള്ള ആരാധനയുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നവരായി ഒരു മനുഷ്യനെ മാറ്റുന്നത്. हक अदा करने वाली भी एक इंसान को बनाता പിന്നീട് അള്ളാഹു പറയുന്നു, है. और फिर अल्लाह ताला फरमाता है കമാ ബദഅകും कमा बदाकुम തഊദൂൻ, അവൻ നിങ്ങളെ ആദ്യമായി സൃഷ്ടിച്ചതുപോലെ നിങ്ങൾ മരിച്ചതിനു ശേഷം അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്നതായിരിക്കും. लौटोगे अल्लाह ताला की तरफ. മനുഷ്യൻ ഓർക്കേണ്ടതാണ്, इंसान को याद रख ഈ ലോകത്ത് ചെയ്ത പ്രവർത്തികൾ അടുത്ത ലോകത്തിൽ ശിക്ഷക്കും പ്രതിഫലത്തിനും കാരണമായിരിക്കും. का बायस बन പറയുന്നു, നിങ്ങളുടെ ശാരീരികമായ ജനനത്തിന്റെ വിവിധ ഘട്ടങ്ങൾ അതുപോലെ തന്നെ ഈ ജീവിതം നിങ്ങളെ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിപ്പിക്കുന്നതായിരിക്കണം. അതായത് कि मरने के बाद की जिंदगी के भी മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനും വിവിധ ഘട്ടങ്ങൾ ഉണ്ടായിരിക്കും. അതിലൂടെ उखरवी जिंदगी और रूह ആത്മാവിന് കടന്നു പോകേണ്ടതായി വരും. ഈ പാരത്രിക ജീവിതത്തിൽ ആത്മാവിന്റെ ശരിയായ ഉത്തമമായ വളർച്ചയ്ക്ക് തങ്ങളുടെ ഈ ലോകത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടുന്നവരായി തീരുക. हकीकी रंग में हो सकती ഈ വ്യാകുലത അള്ളാഹുവിനോടുള്ള ആരാധനയുടെ की इबादत का हक अदा ഉത്തരവാദിത്വം നിറവേറ്റുമ്പോഴും अपनी बातों തങ്ങളുടെ ഇബാദത്തുകൾ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി മാത്രം അനുഷ്ഠിക്കപ്പെടുമ്പോഴും അവന്റെ കൽപ്പനകൾ അനുസരിച്ച് പൂർണ്ണമായും പ്രവർത്തിക്കാൻ പരിശ്രമിക്കുമ്പോഴായിരിക്കും യഥാർത്ഥ രൂപത്തിലാവുക. ആരാധനയുടെ സമയത്ത് അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധ്യമുണ്ടായിരിക്കണം. ताला के सामने खड़ा हूँ അള്ളാഹുവിലേക്ക് പൂർണ്ണമായ ശ്രദ്ധ തിരിച്ചുകൊണ്ടുള്ള की तरफ तो ഇബാദത്ത് തന്നെയാണ് ഈ ലോകത്തും പരലോകത്തും എന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ സ്വായത്തമാക്കുന്നവനാക്കി തീർക്കുക എന്ന ചിന്ത വേണം. और उखरवी जिंदगी में भी പൂർണ്ണമായ ഇബാദത്ത് എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തെക്കുറിച്ചുകൊണ്ട് एक सवाल करने वाले के നമസ്കാരത്തിനായി നിൽക്കുമ്പോൾ नमाज में खड़े होकर
പ്രതാപവാനായ അള്ളാഹുവിന്റെ नजर होना चाहिए। ഏത് രൂപമാണ് മുന്നിലുണ്ടായിരിക്കേണ്ടത് എന്ന ഒരു ചോദ്യകർത്താവിന്റെ ചോദ്യത്തിനുള്ള कुरान शरीफ ഉത്തരമായിക്കൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിക്കുന്നു. വളരെ വ്യക്തമായ കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ ഉദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. का बहुत ആത്മാർത്ഥതയോടെ അള്ളാഹുവിനെ बेशुमार सनात हैं സ്മരിക്കേണ്ടതാണ്. അവന്റെ കാരുണ്യം നല്ലവണ്ണം വീക്ഷിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ അളവറ്റ കാരുണ്യം മനുഷ്യനുണ്ട്. പ്രത്യേകിച്ച് दुनियावी मामला ഇവിടങ്ങളിൽ താമസിക്കുന്നവരിൽ മതസ്വാതന്ത്ര്യമുണ്ട്. ഭൗതിക കാര്യങ്ങളിലും അള്ളാഹുവിന്റെ ഒരുപാട് കാരുണ്യവും അനുഗ്രഹവുമുണ്ട്. और उसकी तरफ ऐसा रुजू हो പറയുന്നു, അവന്റെ കാരുണ്യം നല്ലവണ്ണം വീക്ഷിക്കണം. ആത്മാർത്ഥത വേണം, നന്ദി വേണം. അവൻ മാത്രമാണ് റബ്ബ് എന്നും അവൻ മാത്രമാണ് കാര്യനിർവാഹകൻ എന്ന ബോധത്തോടെ അവനിലേക്ക് തിരിയണം. അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടെ हर किस्म की मिलानी और हर तरह के शिर्क से पाक हो जावे। അവന്റെ മുമ്പിൽ നിൽക്കുക എന്നതാണ് ഇബാദത്തിന്റെ സംക്ഷിപ്തമായ അടിസ്ഥാനം. अदिया मासूरा അതല്ലെങ്കിൽ അള്ളാഹു അവനെ കാണുന്നുണ്ട്. എല്ലാവിധത്തിലുള്ള കലർപ്പിൽ നിന്നും ഷിർക്കിൽ നിന്നും പരിശുദ്ധരാവുക. അവന്റെ മഹത്വത്തെക്കുറിച്ചും അവന്റെ പരിപാലനത്തെക്കുറിച്ചും ചിന്തിക്കുക. നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ദുആകളും മറ്റു ദുആകളും കൂടുതലായി അള്ളാഹുവിനോട് ചെയ്യുക. വീണ്ടും വീണ്ടും തങ്ങളുടെ ബലഹീനത വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആത്മാവിന്റെ വിശുദ്ധീകരണം ഉണ്ടാകുന്നതിനു വേണ്ടി, അള്ളാഹുമായി യഥാർത്ഥ ബന്ധമുണ്ടാകുന്നതിനു വേണ്ടി അവനോടുള്ള സ്നേഹത്തിൽ മുഴുകിയവരായി തീരുക. हालत के पैदा करने और इसकी याद दहानी करवाने का बेहतरीन जरिया ഈ ഒരു അവസ്ഥ തന്നിൽ ജനിപ്പിക്കാനാണ് ഒരു മോമിൻ പരിശ്രമിക്കേണ്ടത്. മസ്ജിദ് ഈ അവസ്ഥ ജനിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ഈ കാര്യം ഓർമ്മിപ്പിക്കുവാനുമുള്ള ഒരു ഉത്തമമായ മാർഗമാണ്. जहाँ हमने इबादतों के हक പള്ളികൾ ഉണ്ടാകുന്നതോടൊപ്പം നമ്മുടെ ഉത്തരവാദിത്വം മുമ്പത്തേക്കാൾ ഉപരിയായി की तरफ भी വർദ്ധിച്ചിരിക്കുന്നു എന്ന കാര്യം നാം എപ്പോഴും ഓർക്കേണ്ടതാണ്. നാം അള്ളാഹുവിനോടുള്ള ആരാധനയുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതോടൊപ്പം അള്ളാഹുവിന്റെ മറ്റു കൽപ്പനകൾ അനുസരിക്കുന്നതിനെക്കുറിച്ചും മുമ്പത്തേക്കാൾ ഉപരിയായി ചിന്തിക്കേണ്ടതാണ്. അല്ലെങ്കിൽ മുഖ്ലിസീന ലഹുദ്ദീൻ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കുകയില്ല നമ്മൾ. ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി ഒരു സ്ഥലത്ത് പറയുന്നു, रियाकारी ഈ കാലഘട്ടം ഇതിൽ കാണിച്ചുകൂട്ടൽ, പൊങ്ങച്ചം, സ്വാർത്ഥത, അഹങ്കാരം, അഹംഭാവം, പ്രകടനാത്മകത മുതലായ ദുസ്വഭാവങ്ങൾ വർദ്ധിച്ചു വരുന്നു. മുഖ്ലിസീൻ ലഹുദ്ദീൻ മുതലായ സത്സ്വഭാവങ്ങൾ ആകാശത്തേക്ക് ഉയർന്നു പോയിരിക്കുന്നു. തവക്കുൽ, ഭരമേൽപ്പിക്കൽ മുതലായ ഗുണങ്ങൾ ഇല്ലാത്തതിന് തുല്യമാണ്. बढ़ता चला जा रहा है। അതായത് अल्लाह ताला पर तो ഭൗതികതയെ ആശ്രയിച്ചുകൊണ്ട് അഹങ്കാരവും പൊങ്ങച്ചവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിൽ തവക്കുൽ കുറവാണ്. ലോകത്തിലെ ദൈവങ്ങളിലേക്കാണ് കൂടുതൽ ശ്രദ്ധയുള്ളത്. അള്ളാഹുവിന്റെ പരിപാലനം എന്ന സിഫത്തിനെ കുറിച്ച് ശ്രദ്ധ കുറവാണ്. ആരാധനയുടെ ഉത്തരവാദിത്വം നിറവേറ്റപ്പെടുന്നില്ല. അള്ളാഹു ഏൽപ്പിച്ച ജോലി फरमाते हैं कि ऐसे लोग फिर मुखलिसीना लहुद्दीन ഏതെല്ലാം നന്മകൾക്കുള്ള കൽപ്പനയാണോ നൽകിയിട്ടുള്ളത് അതിലേക്ക് അല്പം പോലും ശ്രദ്ധയില്ല. പറയുന്നു, അത്തരത്തിലുള്ള ആളുകൾ മുഖ്ലിസീന ലഹുദ്ദീൻ എങ്ങനെ ആയിത്തീരാനാണ്, എങ്ങനെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നവരായി തീരാനാണ്. ശേഷം അവിടുന്ന് പറയുന്നു, ഇപ്പോൾ ഈ കാര്യങ്ങളുടെ ബീജാവാപം നടത്താനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അതായത് ഈ നല്ല പ്രവർത്തനങ്ങളുടെ ബീജാവാപം. അള്ളാഹുവിന്റെ ഉദ്ദേശം എന്താണ്? ഈ കാലഘട്ടത്തിൽ അള്ളാഹു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിച്ചുകൊണ്ട് തന്റെ ഈ ഉദ്ദേശം പ്രാവർത്തികമാക്കി. നാം ഹദ്റത്ത് तो हमें दुनियादारी മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് തങ്ങളെ ചേർത്ത് പറഞ്ഞുകൊണ്ട് വാദമുന്നയിക്കുമ്പോൾ നാം ഭൗതികതയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പരിപൂർണരാകേണ്ടിയിരിക്കുന്നു. हमारा मकसद पूरा हो। ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അപ്പോഴായിരിക്കും മസ്ജിദ് നിർമ്മിച്ചതിന്റെ നമ്മുടെ ലക്ഷ്യം പൂർത്തിയാവുക. ഇബാദത്തിനൊപ്പം നമ്മുടെ പ്രവർത്തനങ്ങളെ നേരെയാക്കി തീർക്കേണ്ടതിലേക്കും ശ്രദ്ധ ഉണ്ടായിരിക്കണം. वसीम ആരാണോ ഇപ്രകാരം പ്രവർത്തിക്കുന്നത് അവർ തന്നെയായിരിക്കും की ये अल्फाज ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചെയ്ത ബൈഅത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നവർ. ये मेरे अल्फाज नहीं है। ഹദ്റത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിന്റെ ഈ വാക്കുകൾ, അതായത് ഇപ്പോൾ അള്ളാഹു ഈ കാര്യങ്ങളുടെ ബീജാവാപം നടത്താൻ ഉദ്ദേശിക്കുന്നു, ഇത് കേവലം ചില വാക്കുകളല്ല, മറിച്ച് പ്രകൃതത്തിൽ ഈ വിപ്ലവം ഈ ബീജാവാപത്തോടെ സംഭവിച്ചു. इबादत सालीन के फल आप
आपको अता किया। ഇന്ത്യക്ക് 123 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ബീജാവാപം മുഖേന ലക്ഷക്കണക്കിന് സാലിഹീങ്ങളായ ദാസന്മാർ ഉണ്ടായി. ഇബാദു സാലിഹീൻ എന്ന ഫലം അള്ളാഹു അദ്ദേഹത്തിന് നൽകി. അള്ളാഹുവിന്റെ ഈ പെരുമാറ്റം ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. ജമാഅത്തിൽ പ്രവേശിക്കുന്ന പുതിയ ആളുകൾ എങ്ങനെയാണ് അള്ളാഹുമായി ജീവസുറ്റ ഒരു ബന്ധമുണ്ടായിത്തീരുക, എങ്ങനെയാണ് ഇബാദത്തിന്റെ നിലവാരം ഉയർത്താൻ പരിശ്രമിക്കുക, എങ്ങനെയാണ് ദാസൻ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്ന നിലവാരം സ്വായത്തമാക്കുക എന്നിങ്ങനെയുള്ള ചിന്തകളോടുകൂടിയാണ് ജമാഅത്തിൽ പ്രവേശിക്കുന്നത്. എന്റെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങൾ ഭൂരിഭാഗവും നിങ്ങളുടെ പൂർവപിതാക്കൾ അഹമ്മദികളായവരാണ്. അവർ അള്ളാഹുവിന്റെ ഉദ്ദേശത്തെ മനസ്സിലാക്കി ഹദ്റത്ത് മസീഹ് മുസ്ലാത്തു ഇസ്ലാമിന്റെ ബയ്യത്തിൽ വരികയും ഹുക്കൂക്കുല്ലായുടെയും ഹക്കൂക്കുൽ ഇബാദിന്റെയും നിലവാരം സ്ഥാപിച്ചു. ആ മഹാത്മാക്കളുടെ ഇബാദത്തുകൾ കൂടുതൽ ഫലദായകമാക്കുന്നതിനായി അള്ളാഹുമായി സത്യസന്ധമായ ബന്ധം നിലനിർത്തുക എന്ന് മാത്രമല്ല, അത് വർദ്ധിപ്പിക്കാൻ പരിശ്രമിക്കുക എന്നത് പിൻതലമുറക്കാരുടെ നിർബന്ധ കടമയാണ്. ഈ കാര്യം തന്നെയായിരിക്കും ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജമാഅത്തിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തരാക്കുന്നത്. അതല്ലെങ്കിൽ പ്രത്യക്ഷത്തിലുള്ള നമസ്കാരവും പ്രത്യക്ഷത്തിലുള്ള വ്രതാനുഷ്ഠാനവും പ്രത്യക്ഷത്തിലുള്ള വിശുദ്ധ ഖുർആന്റെ പാരായണവും ഇതെല്ലാം ഒരുപാട് മറ്റുള്ളവരും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓരോ പ്രവൃത്തിയും അള്ളാഹുവിനു വേണ്ടിയാകുമ്പോഴായിരിക്കും നമ്മിലും അന്യരിലും ഒരു വ്യത്യാസം പ്രകടമാവുക. നാം ഭൗതിക കാര്യങ്ങളിലും അള്ളാഹുവിന്റെ പ്രീതിയുടെ വശമന്വേഷിക്കുമ്പോഴായിരിക്കും നമ്മുടെ എല്ലാ ശ്രദ്ധയും പരിപൂർണമായും അള്ളാഹുവിലേക്കാവുക. ദീനിന് അവനു വേണ്ടി മാത്രം അർപ്പിച്ചുകൊണ്ട് അവനോട് പ്രാർത്ഥിക്കുന്നവരായി തീരുക. നമസ്കാരത്തിൽ നമ്മുടെ ശ്രദ്ധ നമ്മുടെ കച്ചവടങ്ങളിലേക്കോ നമ്മുടെ ജോലികളിലേക്കോ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ സ്വായത്തമാക്കുന്നതിലേക്കോ മറ്റാരോടെങ്കിലും എന്തെങ്കിലും ഭൗതിക കാര്യത്തിൽ പകരം വീട്ടുന്നതിലേക്കോ പോകുന്നതല്ല. മറിച്ചെല്ലാ കാര്യങ്ങളും അള്ളാഹുൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവന്റെ സമക്ഷത്തിൽ കുമ്പിടുന്നവരായി തീരും. നാം അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നവരായി തീരാൻ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി അള്ളാഹു നമ്മെ മാറ്റട്ടെ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി തീരട്ടെ. നന്മയിൽ പുരോഗമിക്കുന്നവരായി, തഖ്വയിൽ പുരോഗമിക്കുന്നവരായി തീരട്ടെ. പാപങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും രക്ഷപ്പെടുന്നവരായി തീരട്ടെ. ഇതിനെല്ലാം എതിരിൽ ജിഹാദ് ചെയ്യുന്നവരായി മാറട്ടെ. കേവലം രക്ഷപ്പെടുക എന്നത് മാത്രമല്ല ജോലി, മറിച്ച് ഇതിനെതിരിൽ ജിഹാദ് ചെയ്യണം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് പറയുന്നു, സൂറത്തുൽ മാഇദയിൽ വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അൻ സദ്ദൂകും അനിൽ മസ്ജിദിൽ ഹറാമി അൻ തഅതദു വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. പരിശുദ്ധ ദേവാലയത്തിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു എന്ന കാരണം കൊണ്ട് ഒരു ജനതയോടുള്ള വെറുപ്പ് അവരോട് അതിക്രമം പ്രവർത്തിക്കുന്നതിന് നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. നന്മയിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷ്മമായി പാലിക്കുന്ന കാര്യത്തിലും നിങ്ങൾ അന്യോന്യം സഹായിക്കുക. പാപത്തിലും അക്രമത്തിലും നിങ്ങൾ അന്യോന്യം സഹായിക്കരുത്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നിശ്ചയമായും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. ഇന്ന് ഇസ്ലാമിനെതിരിൽ ഇത് തീവ്രവാദത്തിന്റെ മതമാണ്, യുദ്ധം ഇഷ്ടപ്പെടുന്ന മതമാണ്. ഇസ്ലാം നഊദു ബില്ലാഹ് ബലപ്രയോഗം കൊണ്ടും വാളുകൊണ്ടുമാണ് പ്രചരിച്ചത്. ഇസ്ലാമിന്റെ എതിരിലുണ്ടായിരുന്ന എല്ലാ മതങ്ങൾക്കെതിരിലും ഇസ്ലാം വാളെടുത്തിട്ടുണ്ട് എന്നിങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നു. ഈ ആയത്തിന്റെ ഈ ഭാഗത്ത് അള്ളാഹു ഇസ്ലാമിനെതിരുള്ള ഈ ആരോപണത്തെയും റദ്ദ് ചെയ്തിരിക്കുന്നു. അള്ളാഹുവിന്റെ പൂർണ്ണരായിട്ടുള്ള അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിക്കുന്ന ദാസന്മാർ ആരുടെ ആരാധനയാണോ
അള്ളാഹുവിനു മാത്രമായി അർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളോട് യാതൊരു വിധത്തിലുള്ള അതിക്രമവും ഉണ്ടാകാൻ പാടില്ല എന്ന വിധത്തിലുള്ള പെരുമാറ്റമാണ് ഉണ്ടാവേണ്ടത്. അക്രമം പ്രവർത്തിച്ചവർക്കുള്ള മറുപടി പോലും അക്രമം കൊണ്ട് നൽകാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിം, യഥാർത്ഥ മുഅ്മിൻ, നന്മയിലും തഖ്വയുടെ കാര്യത്തിലും സ്വന്തക്കാർക്കും അന്യർക്കും എല്ലാവർക്കും സഹായം നൽകാൻ എല്ലായ്പ്പോഴും തയ്യാറായിരിക്കും. പാപത്തിൽ നിന്നും അക്രമ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നവരായിരിക്കും. കാരണം ഒരിക്കലും അത്തരം പ്രവർത്തനങ്ങളിൽ അവർക്ക് സഹായിക്കാൻ സാധ്യമല്ല. കാരണം അത് തഖ്വയ്ക്ക് എതിരാണ്. ഇത് തന്റെ ആരാധനകളെ പാഴാക്കുന്നതിന് തുല്യമാണ്. നന്മ പ്രവർത്തിക്കുന്നതിൽ നിന്ന് തടയുകയും അക്രമത്തിൽ സഹായിക്കുകയും തഖ്വശൂന്യവുമായ നമസ്കാരങ്ങൾ കേവലം കാണിക്കാൻ വേണ്ടിയുള്ള നമസ്കാരം മാത്രമാണ്. ആ നമസ്കാരങ്ങൾക്കും ഇബാദത്തുകൾക്കും അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ യാതൊരു സ്ഥാനവുമില്ല, പ്രാധാന്യവുമില്ല. അത്തരം നമസ്കാരക്കാരെ കുറിച്ച് അള്ളാഹു പറയുന്നു, ഫവൈലുൽ മുസല്ലീൻ, അത്തരം നമസ്കാരക്കാർക്ക് നാശമാണുള്ളത്. നാം കാലഘട്ടത്തിന്റെ ഇമാമിനെ വിശ്വസിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയാണെന്ന് പ്രതിജ്ഞ പുതുക്കിയ നാം നമ്മിൽ നിന്ന് ഒരിക്കലും തന്നെ ഈ കാര്യം പ്രതീക്ഷിക്കാൻ പോലും സാധ്യമല്ല. അതായത് നാം ഇബാദത്തിനായി പള്ളിയിൽ വരികയും പള്ളി നിർമ്മിച്ച ലക്ഷ്യം കരസ്ഥമാക്കാനായി വരികയും പിന്നീട് പാപത്തിലും അക്രമത്തിലും മുഴുകിപ്പോവുക എന്നത്. ഇവിടെ താമസിക്കുന്ന അഹമ്മദികൾ ഈ പ്രദേശത്തെ ജനങ്ങളുടെ സന്ദേഹങ്ങളും ദൂരീകരിക്കേണ്ടതായി വരും. മസ്ജിദിന്റെ നിർമ്മാണത്തോടൊപ്പം തബ്ലീഗിന്റെ വഴികൾ തുറക്കുമ്പോൾ എതിർപ്പുകളും രൂക്ഷമാകാറുണ്ട്. മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുകൾ ഉണ്ടാകാനുള്ള കാരണം അവരുടെ പണ്ഡിതന്മാർ അഹമ്മദിയത്തിന്റെ തെറ്റായ ചിത്രമാണ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. അഹമ്മദികൾ നഊദുബില്ലാ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാതമിയത്തെ നുബുവത്തിൽ കവർച്ച നടത്തുന്നവരാണ് എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ ഞങ്ങൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാതമുൻ നബിയീൻ എന്ന സ്ഥാനത്തിൽ ഏറ്റവും കൂടുതലായി വിശ്വസിക്കുന്നവരാണ് എന്ന് അഹമ്മദികൾ എല്ലായ്പ്പോഴും പ്രഖ്യാപിക്കാറുണ്ട്. ഈ അറിവും ഗ്രാഹ്യവും ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സത്യസന്ധനായ പ്രേമിയായ ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് നൽകിയത്. എന്നിരുന്നാലും മുസ്ലിങ്ങളുടെ എതിർപ്പും നമുക്ക് നേരിടേണ്ടതായി വരുന്നു. അതുപോലെ തന്നെ പ്രാദേശികരായിട്ടുള്ള അമുസ്ലിങ്ങൾ തങ്ങളുടെ ചിന്തയിൽ ഇസ്ലാമിനെ കുറിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള തെറ്റായ ചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാകുല ചിത്തരായി നമ്മോട് അക്രമം പ്രവർത്തിക്കുന്നു. മറ്റു ചിലർ വർണ്ണ വിവേചനത്തിന്റെ ആളുകളാണ്. അവർ അന്യ സമുദായങ്ങൾക്കും അന്യരാജ്യക്കാർക്കും എതിരാണ്. അവരുടെ ഭാഗത്തു നിന്നും അക്രമം ഉണ്ടാകുന്നു. നാം എല്ലാ ഭാഗത്തു നിന്നും ആക്രമത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നു. മിനിഞ്ഞാന്ന് രാത്രിയും ഇവിടെ പള്ളിയുടെ ചുമരിൽ തെറ്റായ വാചകങ്ങൾ എഴുതിവെച്ചു, പെയിന്റും മറ്റും എറിഞ്ഞ് വൃത്തികേടാക്കാൻ ശ്രമിച്ചു. ഇത് ഹൃദയത്തിലുള്ള ഈ ശത്രുതയുടെ ഫലമാണ്, അല്ലെങ്കിൽ അന്യ സമുദായത്തിന് ഇസ്ലാമിനെതിരെയുള്ള ശത്രുതയാണ്. നാം എല്ലാ തരക്കാരായ ആളുകളുടെയും സംശയങ്ങളും സന്ദേഹങ്ങളും ദൂരീകരിക്കണം. നമ്മുടെ ഇബാദത്തുകൾ പൂർണ്ണമായും അല്ലാഹുവിന് ആകുമ്പോൾ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. നാം മസ്ജിദിന്റെ നിർമ്മാണ ലക്ഷ്യം പൂർത്തിയാക്കുന്നവരായി തീരുമ്പോൾ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. അതുപോലെ തന്നെ ഈ കാര്യം എല്ലായ്പ്പോഴും ഓർക്കേണ്ടതാണ്. ഇതിൽ നന്മയും തഖ്വയും പരസ്പരം മുന്നേറിക്കൊണ്ട് പ്രകടനം നടത്തുമ്പോഴായിരിക്കും ജമാഅത്തിന്റെ മനോഹരിത നിലനിൽക്കുക. അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനായി പരസ്പരമുള്ള ബന്ധങ്ങൾ കാണുന്ന ഓരോരുത്തരും ഈ ജമാഅത്തിന്റെ പരസ്പരമുള്ള സ്നേഹവും സാഹോദര്യവും ഇവരുടെ പ്രത്യേക ഗുണമാണ് എന്ന് പറയുന്ന വിധത്തിലാക്കി തീർക്കുക. ജമാഅത്തായുള്ള നമസ്കാരത്തിന് പള്ളിയിൽ വരാൻ പറഞ്ഞ കൽപ്പനയുടെ ഒരു പ്രാധാന്യം ഇതുകൂടിയാണ്. അതായത് ഒരു ജമാഅത്തിന്റെ ദൃശ്യമുണ്ടായിത്തീരണം. എല്ലാവരും
ഒരു അസ്തിത്വമായി തീരണം. हमें नसीहत करते हुए പരസ്പരമുള്ള സ്നേഹം വർദ്ധിക്കണം. കലഹങ്ങളില്ലാതായി തീരണം. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാത്തു വസ്സലാം നമ്മെ ഉപദേശിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് പറയുന്നു, ये किस कदर ബലഹീനരായ സഹോദരങ്ങളെ സഹായിക്കണം എന്നത് നിയമമായി മാറണം. അവർക്ക് ശക്തി നൽകണം. ഇതെത്രമാത്രം ഉചിതമല്ലാത്ത കാര്യമാണ്. രണ്ട് സഹോദരങ്ങളിൽ ഒരാൾക്ക് നീന്താൻ അറിയാം, രണ്ടാമൻ അറിയില്ല. അതുകൊണ്ട് ആദ്യത്തെയാളുടെ നിർബന്ധ കടമയല്ലേ उसका फर्ज है कि उसको गर्क होने से बचाए। രണ്ടാമത്തേവനെ മുങ്ങുന്നതിൽ നിന്ന് രക്ഷിക്കുക എന്നത്? അതോ അയാളെ മുങ്ങാൻ വിടുകയാണോ ചെയ്യേണ്ടത്? അയാളെ മുങ്ങുന്നതിൽ നിന്ന് രക്ഷിക്കുക എന്നത് അവന്റെ നിർബന്ധമായ കടമയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ വന്നിരിക്കുന്നത് തആവനു അലൽ ബിർരി വത്തഖ്വ, അതായത് ബലഹീനരായ സഹോദരങ്ങളുടെ ഭാരമെടുക്കുക. അവരുടെ പ്രവർത്തനപരവും വിശ്വാസപരവും സാമ്പത്തികപരവുമായിട്ടുള്ള ബലഹീനതകളിൽ ഭാഗവാക്കാവുക. ശാരീരിക ബലഹീനതകളും ചികിത്സിക്കുക. ഏതുവരെ ബലഹീനരെ ശക്തിയുള്ളവർ സഹായിക്കുന്നില്ലയോ അതുവരെ ഒരു ജമാഅത്തായി മാറുന്നതല്ല. അതിനുള്ള മാർഗം അവരുടെ ബലഹീനതകൾ മറച്ചുപിടിക്കുക എന്നതാണ്. സഹാബാക്കൾക്ക് നൽകിയിരുന്ന അധ്യാപനം ഇതായിരുന്നു: നവമുസ്ലിങ്ങളുടെ ബലഹീനതകൾ കണ്ട് അവരെ കളിയാക്കരുത്, കാരണം നിങ്ങളും അവരെ പോലെ ബലഹീനരായിരുന്നു. അതുപോലെ തന്നെ വലിയവൻ ചെറിയവനെ സേവിക്കേണ്ടത് നിർബന്ധമാണ്. സ്നേഹത്തോടും സഹനതയോടും പെരുമാറേണ്ടതാണ്. തുടർന്ന് പറയുന്നു, പരസ്പരം കടിക്കുന്ന 4 പേർ കൂടിയിരിക്കുമ്പോൾ തങ്ങളുടെ ഒരു പാവപ്പെട്ട സഹോദരനെ കുറിച്ച് പരാതി പറയുകയും പരദൂഷണം പറയുകയും ബലഹീനരെയും ദരിദ്രരെയും നിന്ദിക്കുകയും അവരെ വെറുപ്പിന്റെയും ഹീനതയുടെയും ദൃഷ്ടി കൊണ്ട് നോക്കുകയും ചെയ്യുന്ന ജമാഅത്ത് അല്ല. അങ്ങനെ ഒരിക്കലുമാകാൻ പാടുള്ളതല്ല. മറിച്ച് ഒരുമിച്ച് നിൽക്കുന്നതിന്റെ ശക്തി ഉണ്ടാവണം, ഏകത്വം ഉണ്ടായിത്തീരണം. അത് മുഖേനയാണ് സ്നേഹം ഉണ്ടാകുന്നത്, അനുഗ്രഹം ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് സ്വഭാവപരമായ കഴിവുകളെ വ്യാപിപ്പിക്കുന്നില്ല? ഇത് സഹാനുഭൂതിയും സ്നേഹവും മാപ്പും കാരുണ്യവും പൊതുവായ നിലയിൽ ചെയ്യുമ്പോഴായിരിക്കും ഉണ്ടായിത്തീരുക. എല്ലാ അവസ്ഥകളിലും കാരുണ്യം, സഹാനുഭൂതി, കണ്ണടക്കൽ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുക. ചെറിയ ചെറിയ കാര്യങ്ങൾക്കായി ഹൃദയഭേദകവും ദുഃഖത്തിന് കാരണവുമായ ശിക്ഷ നൽകാൻ പാടുള്ളതല്ല. ചിലരോട് സഹാനുഭൂതി കാണിക്കുകയും മറച്ചുപിടിക്കുകയും ചെയ്യുമ്പോഴായിരിക്കും ജമാഅത്തായി തീരുക. ഈ അവസ്ഥ ഉണ്ടായിത്തീരുമ്പോൾ ഒരു അസ്തിത്വമായിക്കൊണ്ട് പരസ്പരം അയൽവാസികളായിത്തീരുന്നു. അങ്ങനെ സ്വയം തന്റെ സഹോദരനേക്കാൾ പ്രാധാന്യം നൽകുന്നു. സഹാബാക്കളെയും ഈ വിധത്തിലുള്ള മാർഗവും അനുഗ്രഹവും സാഹോദര്യവുമാണ് ഓർമ്മിപ്പിച്ചത്. അഥവാ അവർ പർവ്വത സമാനം സ്വർണം ചിലവഴിച്ചാലും അവർക്ക് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന ലഭിച്ച സാഹോദര്യം ലഭിക്കുമായിരുന്നില്ല. ഇതുപോലെ അള്ളാഹു ഈ പ്രസ്ഥാനത്തെ സ്ഥാപിച്ചിരിക്കുന്നു. ഇതുപോലുള്ള സാഹോദര്യം ഇവിടെയും സ്ഥാപിതമാകുന്നതായിരിക്കും. ഈ തഖ്വ വീണ്ടും സ്ഥാപിക്കുകയും അള്ളാഹുവിനോടുള്ള കടമയും സൃഷ്ടികളോടുള്ള കടമയും നിറവേറ്റുന്ന ഇബാദുർ റഹ്മാന്റെ ഒരു വിശുദ്ധ സംഘത്തെ ഉണ്ടാക്കിയെടുക്കുക. ഈ വിപ്ലവം സംജാതമാക്കാനാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വന്നത്. നമ്മുടെ സന്ദേശം കേവലം പള്ളികളുടെ നിർമ്മാണത്തിലല്ല, മറിച്ച് പള്ളികളുടെ നിർമ്മാണത്തോടൊപ്പം മുഖ്ലിസീന ലഹുദ്ദീൻ അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് യഥാർത്ഥ ദാസരായി തീരുന്നതിലാണ്. ഭൗതികതയുടെ ഈ കാലഘട്ടത്തിൽ എല്ലായിടത്തും ഭൗതികതയുടെ സമ്പാദനത്തിനായി ഒരു മത്സരം നടക്കുമ്പോൾ ഈ നിലവാരം സ്വായത്തമാക്കുന്നത് തീർച്ചയായും അള്ളാഹുവിന്റെ അനുഗ്രഹം വലിച്ചെടുപ്പിക്കാൻ കാരണമാകുന്നതാണ്. ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ യഥാർത്ഥ ഇസ്ലാമിന്റെ സന്ദേശം ലോകത്തിന്റെ കോണുകളോളം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ മുസ്ലിങ്ങളും ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ഇബാദുർ റഹ്മാനായി തീരുകയാണ്. മുസ്ലിങ്ങളും ബിദ്അത്തുകളിൽ നിന്ന് ദൂരപ്പെട്ടുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ബയ്യത്തിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ യഥാർത്ഥ ഇസ്ലാം റസൂൽ തിരുമേനിയുടെ പ്രതിനിധിയായിക്കൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്നെയാണ് മുന്നോട്ട് വെച്ചത്. മിനിഞ്ഞാന്നത്തെ തപാൽ ഞാൻ പരിശോധിക്കുമ്പോൾ അതിൽ ഒരു അഹമ്മദിയുടെ കത്തുണ്ടായിരുന്നു. അതിൽ അള്ളാഹു എപ്രകാരമാണ് അദ്ദേഹത്തെ മാറ്റിമറിച്ചത് എന്ന കാര്യമാണ് പ്രകടിപ്പിച്ചിരുന്നത്.
ഇതാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം. സത്പ്രകൃതക്കാരെ എപ്രകാരമാണ് ജമാഅത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നത്, വിദഅത്തുകളിൽ നിന്ന് വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നത്. इसमें कुछ ऐसी ഫേസ്ബുക്ക് ഭാഷയിലാണ് हम मुकम्मल അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതിന്റെ തർജ്ജമ പ്രകാരമാണ്: ഇപ്പോൾ ഞങ്ങൾ കഴിച്ചുകൂട്ടുന്ന ജീവിതം, അതിൽ ചില കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ പൂർണ്ണമായും അജ്ഞതയുടെ അവസ്ഥയിലായിരുന്നു. ഇന്നേവരേക്കോ മനുഷ്യൻ ഒരിക്കലും കേൾക്കാത്ത വാക്കുകൾ, ഉദാഹരണമായി മരണപ്പെട്ടവർക്കായി ഖുർആൻ പാരായണം ചെയ്യൽ. അദ്ദേഹം തന്റെ ബിദ്അത്തുകളെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മരിച്ചവനായി ഗണിക്കൽ മുതലായവ. എന്നാൽ ക്ഷമയോടും സഹനത്തോടും ഞങ്ങൾ ആ പുസ്തകങ്ങൾ വായിച്ചു, അതായത് ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗ്രന്ഥങ്ങൾ, ഇവരുടെ ഭാഷയിൽ ഇപ്പോൾ ലഭ്യമായ ഏതാനും പുസ്തകങ്ങൾ. हमारे दिलों में रोशनी और नूर दाखिल പറയുന്നു, ഞങ്ങൾ വായിക്കുന്നതനുസരിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശം പ്രവേശിച്ച് ശക്തി നൽകിക്കൊണ്ടിരുന്നു. അൽഹംദുലില്ലാ, ഈ ഗ്രന്ഥങ്ങൾ വായിച്ചതിനു ശേഷം ഞങ്ങൾ ഒരു ദീർഘകാലമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വളരെയധികം ദൂരപ്പെട്ടു പോയിരുന്നു എന്ന് മനസ്സിലായി. ഞങ്ങൾ താങ്കളുടെ സമക്ഷത്തിൽ ജമാഅത്തിൽ നിന്ന് നേടിയ ഈ ദൈവിക ശക്തിയും പ്രകാശവും ഞങ്ങളുടെ മുഴുവൻ ശരീരത്തിലും അലിഞ്ഞു ചേരാൻ ദുആക്ക് അപേക്ഷിക്കുന്നു. എഴുതുന്നു, അള്ളാഹുവിന് സ്തുതി. കാരണം ബിദ്അത്തുകൾ കൊണ്ട് നിറഞ്ഞ കഴിഞ്ഞ ജീവിതത്തിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെട്ടു. അൽഹംദുലില്ലാ. തന്റെ ഗ്രാമത്തിലെ തെരുവുകളെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് എഴുതുന്നു, ഞങ്ങൾ ഞങ്ങളുടെ ഗ്രാമത്തിന്റെ തെരുവുകൾ ഇറങ്ങുകയാണെങ്കിൽ ഇതേ ബിദ്അത്തുകളാൽ വലയം ചെയ്യപ്പെട്ട മനുഷ്യരെ മാത്രമേ കാണുകയുള്ളൂ. പുതുതായി വരുന്നവർ ഏതു വിധത്തിലാണ് രക്ഷപ്പെടുന്നത്? അതുകൊണ്ട് നാം പ്രത്യേകിച്ചും വളരെയധികം പരിശ്രമിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് പേർ മഹത്തുക്കളുടെ മക്കളാണ്. തങ്ങളിൽ നിന്ന് ബിദ്അത്തുകളെ ദൂരീകരിക്കുക, അനാവശ്യമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇല്ലാതാക്കുക. കാലഘട്ടത്തിന്റെ ഒഴുക്കിനോടൊപ്പം ഒഴുകിപ്പോകരുത്. അതല്ലെങ്കിൽ ഈ പുതുതായി വരുന്നവർ മുൻകടന്നു കഴിഞ്ഞവരായിത്തീരും. എഴുതുന്നു, ആർട്ടിക്കോഫ് എന്നു പേരുള്ള കുടുംബത്തിലെ അംഗമാണ്. 88 വയസ്സുണ്ട്. റസൂൽ ജാൻ എന്നാണ് തന്റെ പേരായി അദ്ദേഹം എഴുതുന്നത്. ഞങ്ങൾ എല്ലാവരും മസീഹെ മൗദ് വന്നു എന്ന കാര്യത്തിൽ വിശ്വസിക്കുന്നു. ഞങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇതോടൊപ്പം ഞങ്ങൾ താങ്കളുടെ സമക്ഷത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ മുസ്ലിം പണ്ഡിതന്മാരും ഡോക്ടർമാരും ഉണ്ടാകുന്നതിനായി ദുആക്ക് വേണ്ടിയും അപേക്ഷിക്കുന്നു. അവിടെ ഡോക്ടർമാർ ഒരുപക്ഷെ കുറവായിരിക്കും. നാമധാരികളായ പണ്ഡിതന്മാർ അവർക്ക് മുമ്പുമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിലുള്ള പണ്ഡിതന്മാർക്ക് വേണ്ടിയാണ് ദുആക്ക് അപേക്ഷിക്കുന്നത്. അതായത് യഥാർത്ഥ ഇബാദുർ റഹ്മാനായ പണ്ഡിതന്മാർ, അള്ളാഹുവിന്റെ യഥാർത്ഥ കൽപ്പനകൾ അനുസരിച്ച് ചരിക്കുന്നവർ, അവന്റെ ആരാധനയുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നവർ. അദ്ദേഹത്തെക്കുറിച്ച് അവിടുത്തെ മുബല്ലിഗ് പരിചയപ്പെടുത്തിക്കൊണ്ട് എഴുതുന്നു, അദ്ദേഹം അഹമ്മദിയാകുന്നതിന്റെ മുമ്പ് ശക്തനായ എതിരാളിയായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ ആദ്യം അഹമ്മദിയായി. അദ്ദേഹം എതിർത്തുകൊണ്ടിരുന്നു, നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്നാൽ എങ്ങനെയൊക്കെയോ 2008 ഖിലാഫത്ത് ജൂബിലി ജലസയിൽ ഇദ്ദേഹം പങ്കെടുത്തു. ആ ജലസ തന്നെ അദ്ദേഹത്തിൽ ഇത്രമാത്രം സ്വാധീനം ചെലുത്തി. അതിൽ വെച്ച് തന്നെ ബൈഅത്ത് ചെയ്തു. മുബല്ലിഗ് എഴുതുന്നു, ഇപ്പോൾ ആത്മാർത്ഥതയിൽ ഇത്രമാത്രം പുരോഗമിച്ചിരിക്കുന്നു. റസൂൽ തിരുമേനിയോടുള്ള സ്നേഹം നിമിത്തം ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു പ്രത്യേക സ്നേഹം തന്നെ ഉണ്ടായിരുന്നു. അഹമ്മദിയത്തിനു മുമ്പ് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വലിയ വെറുപ്പായിരുന്നു. എന്നാൽ ഇപ്പോൾ സയ്യിദുനാ ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ പ്രേമിയും അങ്ങേറ്റത്തെ സ്നേഹമുള്ളവനായി മാറിയിരിക്കുന്നു. ഇദ്ദേഹത്തിന് തുടക്കത്തിൽ ജമാഅത്തിന്റെ ഗ്രന്ഥങ്ങൾ നൽകിയപ്പോൾ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുമായിരുന്നു. ഇസ്ലാം മത തത്വജ്ഞാനത്തിന്റെ തർജ്ജമ വായിച്ചു. പറയുന്നു, ആദ്യം വായിച്ചപ്പോൾ എനിക്ക് അല്പം മനസ്സിലായി, രണ്ടാമത് വായിച്ചപ്പോൾ എനിക്ക് കൂടുതൽ ഗ്രഹിക്കാൻ സാധിച്ചു. ഇപ്പോൾ ഞാൻ 3-ാം പ്രാവശ്യം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പുതുതായി വരുന്നവരുടെ ഈമാനിക അവസ്ഥ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇവർ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതും റഷ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു സ്റ്റേറ്റിൽ നിന്നാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇൽഹാം പൂർത്തിയാകുന്നതായി കാണാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മണൽത്തരികൾ കണക്കെ അവിടെ അഹമ്മദിയത്തിനെ കാണാൻ നമുക്ക് സാധിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ
ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെയാണ് യഥാർത്ഥ ഇസ്ലാമിനെ ലോകത്തിന് അറിയാൻ സാധിക്കുന്നത്. ഈ പ്രദേശത്ത് ഇപ്പോൾ നമ്മുടെ പള്ളികളൊന്നും തന്നെ ഇല്ല. തുറന്ന് തബ്ലീഗ് ചെയ്യുന്നതിനും അനുവാദമില്ല. അഹ്മദീയത്തിനെ വേണ്ട വിധം പരിചയപ്പെടുത്താനും സാധിച്ചിട്ടില്ല. എന്നാൽ അള്ളാഹു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആകൾ സ്വീകരിച്ചുകൊണ്ട് ഈ ഭാഗത്തേക്ക് ഹൃദയങ്ങളെ വലിച്ചെടുപ്പിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സ്വയം ജനങ്ങളുടെ ശ്രദ്ധ ഈ ഭാഗത്തേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അഹമ്മദിയത്തിന്റെ വിജയം ഇൻഷാ അല്ലാഹ് ദുആ മുഖേനയായിരിക്കും സംഭവിക്കുക. ലോകത്തിലെ ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ താമസിക്കുന്ന നാം, ഇവിടെ നമുക്ക് മതസ്വാതന്ത്ര്യമുണ്ട്. ആരാധന നടത്തുന്നതിൽ യാതൊരു തടസ്സവുമില്ല. ഈ രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്ക് വേണ്ടിയും ദുആ ചെയ്യണം. ഞാൻ പറഞ്ഞ റഷ്യൻ സ്റ്റേറ്റും അതുപോലെ തന്നെ ചില മുസ്ലിം രാജ്യങ്ങളിലും അവിടങ്ങളിൽ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ തബ്ലീഗ് ചെയ്യാനുള്ള അനുവാദമില്ല. അള്ളാഹു ഇവരുടെ വിലക്കുകളും തടസ്സങ്ങളും ദൂരീകരിക്കട്ടെ. അവരും സ്വാതന്ത്ര്യത്തോടെ മസീഹ് സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്തിൽ അംഗങ്ങളായി തീരുന്നവരായി തീരട്ടെ. തങ്ങളുടെ പള്ളികൾ നിർമ്മിക്കുന്നവരായി തീരട്ടെ. ഈ രാജ്യങ്ങളിലെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. എന്നാൽ ഇതെല്ലാം ഉണ്ടായിട്ടും ഇവിടുത്തെ നിയമം കൗൺസിലിനും അയൽവാസികൾക്കും അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഏത് കെട്ടിടത്തിന്റെ നിർമ്മാണത്തെയും തടസ്സപ്പെടുത്താൻ സാധിക്കുന്ന ചില അവകാശങ്ങൾ നൽകിയിരിക്കുന്നു. ഇവിടുത്തെ പള്ളി നിർമ്മാണത്തിൽ ആദ്യം കൗൺസിലിൽ നിന്നും അനുവാദം കിട്ടിയതിനു ശേഷം പിന്നീട് തടസ്സമുണ്ടാക്കി. ഇത് കാരണം പള്ളി നിർമ്മാണം വൈകുകയും ചെയ്തു, അനുവാദം ദുർബലപ്പെടുത്തി. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് അള്ളാഹു ഇവിടുത്തെ അഹമ്മദികളുടെ ദുആ കേട്ടു. കോടതിയിൽ കേസിന് പോയപ്പോൾ കോടതി നമുക്ക് അനുകൂലമായി വിധി നൽകി. എന്നു മാത്രമല്ല, കേസിന്റെ മുഴുവൻ ചിലവും കൗൺസിലിന് മുകളിലായി. അങ്ങനെ ഇവിടുത്തെ അഹമ്മദികൾക്ക് കോടതിയിൽ നിന്ന് നീതി ലഭിച്ചു. അതുകൊണ്ട് അഹമ്മദികളും കോടതിയോട് നന്ദിയുള്ളവരായി മാറണം. അതുപോലെ തന്നെ ഈ അനുഗ്രഹം നിമിത്തം അള്ളാഹുവിനോടും നന്ദിയുള്ളവരായി തീരണം. അള്ളാഹുവിന്റെ മുമ്പിൽ കൂടുതൽ കുമ്പിടുന്നവരായി തീരണം. അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസരായിക്കൊണ്ട് ഈ മസ്ജിദിന്റെ അവകാശങ്ങൾ നിറവേറ്റുന്നവരായി മാറണം. സ്ഥിരമായ നന്ദി രേഖപ്പെടുത്തുന്നതിനു വേണ്ടി 5 നേരവും നമസ്കാരത്തിനായി ഇവിടെ വരേണ്ടതാണ്. ഒരു ഹദീസിൽ വന്നിരിക്കുന്നു, ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, നിങ്ങളിൽ ഓരോരുത്തരും അവരുടെ നമസ്കാര സ്ഥലത്ത് നിൽക്കുന്നിടത്തോളം മലക്കുകൾ നിങ്ങൾ ഓരോരുത്തർക്കു വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും. മലക്കുകൾ പറയും, അല്ലാഹുവേ, നീ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണമേ. അല്ലാഹുവേ, അദ്ദേഹത്തിൽ കരുണ ചൊരിയണമേ. ആർക്കു വേണ്ടിയാണോ മലക്കുകൾ ദുആ ചെയ്യുന്നത് അവർ എത്രമാത്രം ഭാഗ്യവാന്മാരാണ്. പിന്നീട് ഇവരുടെ ദുആയോടൊപ്പം ജനങ്ങളും ചേർന്നുകൊണ്ട്, ഇത്തരം ആളുകളുടെ ദുആവും ചേർന്നുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം ആകർഷിക്കുന്നവരായി ഇവർ മാറും. അള്ളാഹുവിന്റെ പാപപൊറുതിയും കാരുണ്യവും ലഭിച്ച ഒരാൾക്ക് മറ്റെന്താണ് വേണ്ടത്? അള്ളാഹുവിന്റെ പാപപൊറുതിയും കാരുണ്യവും സ്വായത്തമാക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവസാനമായി മസ്ജിദിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എനിക്ക് നൽകിയിരിക്കുന്ന അറിവിനെക്കുറിച്ചും ചുരുക്കി വിവരിക്കാം. കുറച്ചു കാര്യങ്ങൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ഈ പള്ളി ഉണ്ടാക്കിയത്, കെട്ടിടത്തെ മാറ്റിയെടുത്താണ് എന്നെല്ലാം. ഇത് വാങ്ങുന്നതിനും നിർമ്മാണത്തിനുമായി ഏകദേശം 9 ലക്ഷം പൗണ്ട് ചിലവായി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഹോസ്ലോയിലെ ജമാഅത്ത് തന്നെയാണ് കൂടുതൽ ചിലവും വഹിച്ചിരിക്കുന്നത് എന്നാണ് എന്നെ അറിയിച്ചിരിക്കുന്നത്. റീജണിലെ മറ്റു ജമാഅത്തുകളും ചന്ത നൽകിയിട്ടുണ്ടാകാം. ഹോസ്ലോയിലെയും പേൽഥാമിലെയും ജമാഅത്ത് അംഗങ്ങളെ മാത്രം കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം 200 പേർ ചന്ത നൽകുന്നവരായുണ്ട്. ആകെ ഇവരുടെ അംഗസംഖ്യ 600 ആണ്. അവരാണ് ഈ ചിലവ് വഹിച്ചത്, പള്ളി നിർമ്മിച്ചത്. റീജനെ കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ 400 പേരാകും. എന്നാലും ഇത് ഒരു വലിയ തുകയാണ്. ഏതവസ്ഥയായാലും ശരി, ജമാഅത്ത് വലിയ ഒരു ത്യാഗം ചെയ്യുകയുണ്ടായി. അള്ളാഹുയുടെ ത്യാഗത്തെ സ്വീകരിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് 6 ആളുകൾ, അവരുടേത് വലിയ ത്യാഗമാണ്. ഇവർ ഏകദേശം
2,80,000 പൗണ്ട് ത്യാഗം ചെയ്തു. ഒരാൾ 1,00,000-ലധികം നൽകി, മറ്റൊരാൾ 20,000 മുതൽ 50,000 വരെ. അള്ളാഹു ഈ എല്ലാവരുടെയും സമ്പത്തിലും ജീവനിലും അളവറ്റ അനുഗ്രഹം ചൊരിയട്ടെ. അവസാനമായി വീണ്ടും ഓർമ്മപ്പെടുത്തുക എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, പള്ളിയുടെ അവകാശം അത് നിർമ്മിക്കുന്നത് കൊണ്ടോ 10, 20, 50 ലക്ഷമോ ത്യാഗം ചെയ്യുന്നത് കൊണ്ടോ നിറവേറുകയില്ല. ഈ ലക്ഷ്യം ഒരിക്കലും ഈ വിധത്തിൽ നേടാൻ സാധ്യമല്ല. യഥാർത്ഥ ലക്ഷ്യം ഇത് ജനനിബിഡമാക്കുന്നത് കൊണ്ടായിരിക്കും ലഭിക്കുക. ജനനിബിഡമാക്കുക എന്നതും പൂർണ്ണമായും അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ ഇബാദത്തിന് വേണ്ടിയായിരിക്കണം. പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഈ ഇബാദത്തിന് അള്ളാഹുവിന്റെ ദാസരോടുള്ള കടമകൾ നിറവേറ്റുന്നവരാക്കി തീർക്കുന്ന വിധത്തിലുള്ള സ്വാധീനം ചെലുത്താൻ സാധിക്കണം. നന്മയിലും തഖ്വയിലും പുരോഗമിക്കുന്നവരായി തീരുക. ഈ കാര്യം തന്നെയായിരിക്കും നമ്മെ ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിന്റെ ബൈഅത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നവരാക്കി തീർക്കുക. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഒരു ദുആക്ക് വേണ്ടിയുള്ള നിർദ്ദേശം നൽകാൻ ആഗ്രഹിക്കുന്നു. പാകിസ്ഥാനിൽ നമുക്കെതിരെ എന്നും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇന്ത്യയിലെ ഹൈദരാബാദിലും അന്യരുടെ കണ്ണുകൾ നമ്മുടെ പള്ളികളിലാണ്. അത് പിടിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ വലിയ സംഖ്യയിൽ മുസ്ലിങ്ങളുണ്ട്. അതുകൊണ്ട് അവരുടെ കോലാഹലം കാരണം ഗവൺമെന്റും കുറച്ച് അവരുടെ സ്വാധീനത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു അവരുടെ കുഴപ്പത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.